നമസ്കാരം. പലനാടൻ ട്രാവലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ലക്ഷ്യം ക്രൈസ്തവ ദേവാലയമായ സാക്രക്കോർ ബസിലിക്ക കാണണം. പിന്നെ ഫ്രാൻസിന്റെ തനത് രുചിയും ആസ്വദിക്കണം. പാരീസിലെ 6E ആൽബർട്ട് ദ മൂൺ എന്ന ബസ് സ്റ്റോപ്പിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. പാരീസിന്റെ പല ഭാഗങ്ങളിലേക്കും നമുക്ക് ഇവിടെ നിന്ന് സഞ്ചരിക്കാനാകും. സഞ്ചാരികൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ബോർഡുകളുമൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ നോക്കി മനസ്സിലാക്കി നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് മറ്റാരുടെയും സഹായമില്ലാതെ യാത്ര ചെയ്യാനാകുമെന്നതാണ് പ്രത്യേകത. സഞ്ചരിക്കേണ്ട സ്ഥലങ്ങൾ, ബസ് നമ്പർ എല്ലാം കൃത്യമായി തന്നെ ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. യേശുദേവന്റെ സാക്രക്കോർ ബസിലിക്ക കാണാനായി ഞാൻ യാത്ര തിരിച്ചു. പാരീസിൽ നിന്നും 20 മിനിറ്റ് സമയമെടുക്കും അവിടേക്ക്. വഴിയോര കാഴ്ചകളും കണ്ട് ഞാനിരുന്നു. നമ്മുടെ ടൂർ ഗൈഡ് സുശാന്ത് സഞ്ചാരികൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകുകയാണ്. ആർക്ക് ഡി ട്രയോഫിന് സമീപത്ത് കൂടിയാണ് ഇന്നും ഞാൻ കടന്നു പോകുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ യാത്ര. പാരീസിൽ ഇന്ന് ചെറിയ മഴയുണ്ട്. വലിയ മഴ പെയ്താൽ അത് എൻ്റെ കാഴ്ചകൾക്ക് വലിയ ബുദ്ധിമുട്ടാകും. പാരീസിന്റെ നഗരമധ്യത്തിലൂടെയാണ് ഞാൻ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഉച്ചയായതുകൊണ്ടാവാം പോകുന്ന വഴിയിൽ നിന്ന് വലിയ തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല. സാക്രക്കോർ ബസിലിക്ക ഐഫൽ ടവർ കഴിഞ്ഞാൽ പാരീസിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണിത്. പാരീസിലെ പ്രശസ്തമായ ക്യാബറെ മുളാൻ റൂഷ് ആണ് ഈ ഇടതുവശത്ത് കാണുന്നത്. ബൊളിവാർഡ് ഡി ക്ലിച്ചിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതും ഇന്ന് പാരീസിലെ പ്രധാനപ്പെട്ട വിനോദ കേന്ദ്രം കൂടിയാണ്. ബസ് നിർത്തിയ ഇടത്തു നിന്നും ഈ സ്ട്രീറ്റിലൂടെ 10 മിനിറ്റ് സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് യേശുദേവന്റെ സാക്രക്കോർ ബസിലിക്കയിൽ എത്താൻ കഴിയുകയുള്ളൂ. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങി വരുന്ന സഞ്ചാരികളാണിത്. സാക്രക്കോറിലേക്കുള്ള വഴിയാണിത്. റോഡിന്റെ ഇരുവശത്തും ധാരാളം ഷോപ്പുകളുണ്ട്. പല വിധത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സുകൾ വിൽക്കുന്ന കടയാണിത്. സുവനീർ കടകളാണ് ഏറ്റവും കൂടുതൽ. പലതരത്തിലുള്ള ബാഗുകൾ, തൊപ്പികൾ, ടീഷർട്ടുകൾ എന്നിവയൊക്കെ ഇവിടെ നിരത്തി വച്ചിട്ടുണ്ട്. സഞ്ചാരികളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടി വളരെ വൃത്തിയും വെടിപ്പോടു കൂടിയാണ് ഇവ അടുക്കി വച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഇവിടേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം സഞ്ചാരികളും ഈ സമയത്ത് ഇവിടെ ഉണ്ട്. ഇത്രയും സഞ്ചാരികളൊക്കെ വന്നു പോകുന്ന ഇടമാണെങ്കിലും നല്ല മികച്ച രീതിയിലാണ് സ്ട്രീറ്റ് നിലനിർത്തിയിരിക്കുന്നത്. വഴിയിലൊക്കെ ചെറിയ കരിങ്കല്ലൊക്കെ പാകി നല്ല സ്റ്റൈലാക്കിയിട്ടുണ്ട്. മോൺമാർട്രയിലെ ആ കുന്നിൻ്റെ മുകളിൽ കാണുന്നതാണ് സാക്രക്കോർ ബസിലിക്ക. ബ്യൂട്ട് മോൺമാർട്ടയുടെ മുകളിൽ ഭൂമിയിൽ നിന്ന് 130 മീറ്റർ ഉയരത്തിൽ തലസ്ഥാനത്തിൻ്റെ ഏറ്റവും മനോഹരമായ പനോരമിക് കാഴ്ചകൾ കാണാൻ കഴിയുന്ന ഇടമാണിത്. പാരീസിലെ ഏറ്റവും പ്രശസ്തമായ സ്മാരകങ്ങളിൽ ഒന്നാണ് ഈ കാണുന്ന സാക്രക്കോർ ബസിലിക്ക.
സഞ്ചാരികളെയും കൊണ്ട് മുകളിലേക്ക് പോകുന്ന ഒരു ചെറിയ ട്രെയിൻ പോലെയുള്ള വാഹനമാണിത്. യാത്രക്കാർക്കായി 3 ക്യാബിനുകളാണ് ഇതിലുള്ളത്. കുറച്ചധികം ആളുകളൊക്കെ അതിനകത്തിരുന്ന് സഞ്ചരിക്കുന്നുണ്ട്. ഞാൻ പക്ഷേ മുകളിലേക്ക് പോകുന്നത് ഇതിൽ കയറിയല്ല. സാക്രഡ് കോർ ബസിലിക്കയുടെ മുന്നിലേക്ക് പോകാൻ ഉപയോഗിക്കുന്ന ഒരു ഫ്യൂണിക്കുലർ റെയിൽവേയുടെ അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്ത് ഈ ക്യാബിനിൽ കയറി മുകളിലേക്ക് നമുക്ക് പോകാനാകും. സഞ്ചാരികളെ കൊണ്ട് താഴേക്ക് വരുന്ന ട്രെയിനാണ് നമ്മൾ ആ കാണുന്നത്. മുകളിലേക്ക് പോകുവാനും താഴേക്ക് ഇറങ്ങുവാനും 2 ടിക്കറ്റുകളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കൈവശമുള്ള ടിക്കറ്റ് ഈ മെഷീനിലിട്ട് സ്കാൻ ചെയ്താൽ മാത്രമേ നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആവുകയുള്ളൂ. ഞാൻ ക്യാബിനുള്ളിൽ കയറി. ഇനി മുകളിലേക്കാണ് യാത്ര. മുകളിലേക്ക് കയറി പോകുന്നതിൻ്റെ കാഴ്ചകളൊക്കെ നല്ല രസമാണ്. ഈ റെയിൽവേ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് നടന്ന് മുകളിലേക്ക് പോകാനാകും. ഈ കാണുന്ന പടവുകളെല്ലാം കയറണമെന്ന് മാത്രം. രണ്ട് മിനിറ്റിനുള്ളിൽ മുകളിലെത്തി. ഒരു വേറിട്ട പ്രത്യേക അനുഭവം തന്നെയായിരുന്നു ഈ പൊതുഗതാഗതം. സാക്രഡ് കോർ ബസിലിക്കയുടെ മുൻപിൽ നിന്നാൽ വിശാലമായ നഗരഭംഗി ആസ്വദിക്കാനാകും. ആ കാഴ്ചകളൊക്കെ കാണുവാൻ വേണ്ടി ഈ പടവുകളിൽ ഒരുപാട് ആളുകൾ വന്നിരിക്കുന്നുണ്ട് ഇവിടെ. ഞാനും ഈ പടവുകളിലൂടെ മുകളിലേക്ക് കയറി. മുകളിലെത്തിയപ്പോൾ കണ്ട ഈ കാഴ്ച വളരെ കൗതുകം തോന്നി എനിക്ക്. ലവ് ലോക്കുകളാണ് ഈ കാണുന്നത് അത്രയും. തങ്ങളുടെ പരസ്പര ബന്ധത്തിൻ്റെ പ്രതീകമായി ഇവിടെ എത്തുന്നവർ ഈ ലോക്കുകൾ ഇവിടെ സമർപ്പിക്കാറുണ്ട്. ഈ കാണുന്ന ഇരുമ്പ് ഗേറ്റുകളിൽ മുഴുവനും ഇങ്ങനെ സമർപ്പിച്ച ലവ് ലോക്കുകളാണ്. നഗരത്തിൻ്റെ ഭംഗിയാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന കാര്യം. കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ ഇവിടെ നിന്നാൽ ഇത് നന്നായി ആസ്വദിക്കാൻ കഴിയും. സാക്രഡ് കോർ ബസിലിക്ക യേശുദേവന്റെ തിരുഹൃദയത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ദേവാലയമാണിത്. എല്ലാ ദിവസങ്ങളിലും ഇവിടെ പ്രാർത്ഥനയുണ്ട്. 140 വർഷമായി ആളുകൾ രാവും പകലും ഇവിടെ വന്ന് തുടർച്ചയായി പ്രാർത്ഥിക്കുന്ന ഇടം കൂടിയാണിത്. ഐഫൽ ടവർ കഴിഞ്ഞാൽ പാരീസിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണിത്.
ഈ ദേവാലയത്തിനുള്ളിലേക്ക് കയറുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ് നമുക്ക് അനുഭവപ്പെടുക. പ്രാർത്ഥനയാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങ്. നിശബ്ദമായ പ്രാർത്ഥന. ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇരു കൈകളും ഉയർത്തി ദിവ്യപ്രഭയിൽ നിൽക്കുന്ന യേശുദേവനെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഒരുപാട് സഞ്ചാരികൾ ഇതിനകത്തേക്ക് വരുന്നുണ്ടെങ്കിലും വളരെ ശാന്തമായ അന്തരീക്ഷമാണ് ഇതിനുള്ളിൽ നിലനിൽക്കുന്നത്. ഈ തൊട്ടടുത്ത് കാണുന്ന ചെറിയ കൗണ്ടറിൽ നിന്നും പ്രാർത്ഥനയ്ക്ക് ആവശ്യമായ സാധന സാമഗ്രികളൊക്കെ നമുക്കിവിടെ നിന്ന് മേടിക്കാനാകും. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വളരെ ശാന്തമായ രീതിയിലുള്ള പ്രാർത്ഥനയിൽ മുഴുകുന്ന കാഴ്ചകളാണ് എനിക്കിവിടെ കാണാനായത്. ഈ കാഴ്ചകൾ കാണാനും പ്രാർത്ഥനയ്ക്കുമായി എത്തുന്നവർക്കായി ധാരാളം ഇരിപ്പിടങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. സൈഡിലുള്ള വഴിയിലൂടെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ പതുക്കെ മുന്നോട്ട് നടക്കുകയാണ്. ഈ ദേവാലയത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ 1875 ആരംഭിച്ച നിർമ്മാണം ഏകദേശം 40 വർഷത്തോളം എടുത്തു പൂർത്തിയാക്കാൻ. 5 വ്യത്യസ്ത ആർക്കിടെക്റ്റുകൾക്ക് കീഴിലായിരുന്നു ഇതിൻ്റെ നിർമ്മാണം. 1914 പൂർത്തിയാക്കിയ ദേവാലയം 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം 1919 ഔദ്യോഗികമായി സമർപ്പിക്കപ്പെട്ടത്. ഈ ദേവാലയത്തിൻ്റെ ഡിസൈനിൽ തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലേറ്റവും നമ്മളെ ആകർഷിക്കുന്നത് നീളമേറിയ താഴികക്കുടങ്ങളാണ്. പിന്നെ ഇതിനകത്തുള്ള ജാലകങ്ങൾക്കുമുണ്ട് ഒരു നിയോ ക്ലാസിക്കൽ രീതി. വളരെ നീളമേറിയ ജനാലകളാണ് ഇതിൻ്റെ ഭംഗി കൂട്ടുന്നത്. 85 മീറ്റർ നീളത്തിലും 35 മീറ്റർ വീതിയിലുമാണ് സാക്രഡ് കോർ ബസിലിക്ക നിർമ്മിച്ചിരിക്കുന്നത്. 4 ചെറിയ കപ്പോളകളാൽ ചുറ്റപ്പെട്ട് 83.33 മീറ്റർ ഉയരമുള്ള നീളമേറിയ അണ്ഡാകാര കപ്പോളയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നല്ല കാഠിന്യമുള്ള ചാറ്റോ ലണ്ടൻ തരത്തിലുള്ള ട്രാവർട്ടൈൻ ചുണ്ണാമ്പ് കല്ലുകളാണ് ഇതിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, മഴവെള്ളവുമായി സമ്പർക്കം വരുമ്പോൾ കാൽസൈറ്റ് പുറന്തള്ളുന്നതിനാൽ ഇത് കൂടുതൽ വെളുത്തതായി നമുക്ക് അനുഭവപ്പെടും. ബസലിക്കയുടെ ഉൾവശം ചാപ്പലുകളിൽ ചുറ്റപ്പെട്ടതാണ്. ക്യാമ്പനയിൽ അല്ലെങ്കിൽ ബെൽ ടവർ എന്നറിയപ്പെടുന്ന ഫ്രാൻസിലെ ഏറ്റവും വലിയ മണിയായ സവോയാർഡ് ഇതിൻ്റെ വടക്കേ അറ്റത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്. 2022 ഡിസംബർ 8 നാഷണൽ കമ്മീഷൻ ഓഫ് പാട്രിമോണി ആൻഡ് ആർക്കിടെക്ചർ ഇതിനെ ഒരു ദേശീയ ചരിത്ര സ്മാരകമായി ഔദ്യോഗികമായി അംഗീകരിച്ചു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപാട് പ്രത്യേകതകൾ ഇനിയും പറയാനുണ്ട്. പക്ഷേ അതൊക്കെ ഒരിക്കലെങ്കിലും നിങ്ങളിവിടെ വന്ന് കണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഒരുപാട് പേരുടെ കരവിരുതിൻ്റെയും പ്രയത്നത്തിൻ്റെയും ഒപ്പം ത്യാഗത്തിൻ്റെയും ഒക്കെ പിൻബലത്താൽ ഈ ലോകത്തിന് മുന്നിൽ ഒരു വലിയ ചരിത്ര സ്മാരകമായി ഈ സാക്രഡ് കോർ ബസിലിക്ക ഇങ്ങനെ നിലനിൽക്കുന്നു. ദേവാലയത്തിന് ഉൾവശമൊക്കെ കണ്ട ശേഷം പുറത്തിറങ്ങി എനിക്ക് കിട്ടിയത് നല്ല മഴയായിരുന്നു. എങ്കിലും കാഴ്ചകൾ കാണാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഈ പള്ളിക്ക് പുറകിലേക്ക് കുറച്ച് ദൂരം നടന്നു ഞാൻ. ഇവിടെയും നമുക്ക് ധാരാളം സുവനീർ ഷോപ്പുകൾ കാണാൻ കഴിയും. സഞ്ചാരികളെയും കാത്ത് അനവധി വിഭവങ്ങളുമൊക്കെ ഇവിടെ ഒരുങ്ങുന്നുണ്ട്.
കൗതുകമേറിയ മറ്റൊരു കാഴ്ചയാണ് എനിക്കിവിടെ നിന്നും കാണാനായത്. ആ സൈക്കിളിൽ പോകുന്നത് ഒരു ഫ്രഞ്ച് പോലീസുകാരനാണ്. നിരവധി പോലീസുകാരെ ഞാൻ ഈ രൂപത്തിൽ തൊട്ട് മുന്നേ കണ്ടിരുന്നു. പക്ഷെ അതൊന്നും ക്യാമറയിൽ പകർത്താൻ അപ്പോൾ കഴിഞ്ഞില്ല. നേരത്തെ കണ്ട ട്രെയിൻ മോഡലിൽ നിർമ്മിച്ചിരിക്കുന്ന വാഹനം ഇവിടെ കിടപ്പുണ്ട്. മഴയായതുകൊണ്ടാവാം ഡ്രൈവർ ചേട്ടൻ നിർത്തിയിട്ട് വിശ്രമിക്കുകയാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ട ശേഷം തിരികെ താഴേക്ക് പോവുകയാണ് ഞാൻ. മുകളിലേക്ക് വന്ന അതേ ട്രെയിനിൽ തന്നെ താഴേക്കും. മഴയായതിനാൽ നഗരക്കാഴ്ചകൾക്ക് കുറച്ച് മങ്ങലുണ്ട്. മുകളിലേക്ക് കയറി വരുവാൻ താഴെ ഈ റെയിലിനെയും കാത്ത സഞ്ചാരികളൊക്കെ നിൽക്കുകയാണ്. മഴയുണ്ടെങ്കിലും തണുപ്പുണ്ടെങ്കിലും ചോക്ലേറ്റും ഐസ്ക്രീമും ഒക്കെ കണ്ടാൽ നമ്മൾ വിടാറില്ല. കഴിച്ചിട്ടേ പോകൂ. അത്തരമൊരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. തെരുവോര കാഴ്ചകളും കണ്ട് ഞാൻ മുന്നോട്ട് നടക്കുകയാണ്. നല്ല വിശപ്പുണ്ട്, ഭക്ഷണം കഴിക്കണം. ഇനിയുള്ള ലക്ഷ്യം അതാണ്. പാരീസ് സിറ്റിക്കുള്ളിൽ നിന്നുമാണ് ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. തനത് രുചി അറിയണം, പിന്നെ റെസ്റ്റോറൻറ്റിൻ്റെ കാഴ്ചയും പകർത്തണം. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ഒരു നല്ല റെസ്റ്റോറൻറ്റ് കണ്ടെത്തി. പാരീസ് സിറ്റിയിൽ തന്നെയാണിത്. മോക്കൂസ് എന്നാണ് ഇതിൻ്റെ പേര്. കുറച്ച് പേർ പുറത്തിരുന്ന് കഴിക്കുകയാണ്. അതിനിടയിൽ കണ്ട രസകരമായൊരു കാഴ്ചയാണിത്. മഴ നനയാതിരിക്കാൻ പ്ലാസ്റ്റിക് കവറുമിട്ട് സൈക്കിളിൽ സവാരി നടത്തുന്ന യുവാവ്. ഈ റെസ്റ്റോറൻറ്റിന് മുൻപിൽ ഞാൻ കണ്ട മറ്റൊരു കാര്യം
ഇവിടുത്തെ ഭക്ഷണ വൈവിധ്യങ്ങളുടെ ഒരു മെനു പുറത്ത് പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. അതിൽ നോക്കി നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. നമുക്കിതൊന്നും ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ റെസ്റ്റോറൻറ്റിനകത്തേക്ക് കയറേണ്ട ആവശ്യവും വരുന്നില്ല. അത് നല്ലൊരു കാഴ്ചയായി എനിക്ക് തോന്നി. വിശപ്പിൻ്റെ ഉൾവിളി കാരണം ഞാൻ അകത്തേക്ക് കയറി. ഈ അകത്തെ കാഴ്ചകളൊക്കെ ശരിക്കും അത്ഭുതം തന്നെയായിരുന്നു എനിക്ക്. ഇൻറ്റീരിയർ ഡിസൈനൊക്കെ വളരെ ഗംഭീരമാണ്. ഒരു ചുവപ്പ് മയമാണ് ഇവിടെ. ഈ ഡിസൈൻ കണ്ടാൽ പിന്നെ പുറത്തേക്ക് പെട്ടെന്ന് ഇറങ്ങാൻ തോന്നുകയില്ല. ഇതൊക്കെ കണ്ടിങ്ങനെ നിന്നു പോകും. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, ഇവിടെ ഓരോ ഭാഗവും അല്ലെങ്കിൽ ഓരോ ടേബിളും ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ കീഴിലാണ് നിലനിർത്തിയിരിക്കുന്നത്. ABCD എന്നിങ്ങനെ പ്രത്യേക ലൈറ്റിൻ്റെ ഭംഗിയിൽ തരംതിരിച്ചിരിക്കുന്നു. അകത്തേക്ക് കയറിയ ഞാൻ പിന്നെ നേരെ പോയത് കിച്ചണിൻ്റെ ഭാഗത്തേക്കാണ്. ലൈവ് കുക്കിങ്ങും ഗാർണിഷിങ്ങും ഒക്കെ നടക്കുകയാണ്. ധാരാളം പേർ ഇവിടെ കഴിക്കാൻ എത്തിയിട്ടുണ്ട്. ഈ തൊട്ടടുത്ത് കാണുന്നത് റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ബാറാണ്. നല്ല രസകരമായി തന്നെയാണ് അതും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഒരു ശ്രീലങ്കൻ യുവാവാണ് ഈ ബാർ കൗണ്ടറിൽ നിൽക്കുന്നത്. ബംഗ്ലാദേശികളും ഇന്ത്യൻ വംശജരും ഒക്കെ ഇവിടെ പണിയെടുക്കുന്നുണ്ട്. ഒരു ഹാംബർഗർ ലേ ഫ്രഞ്ചിക്ക് ഓർഡറും കൊടുത്ത് ഈ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചു നേരം ഞാൻ വീഡിയോയും ചിത്രീകരിച്ചു. മത്തായി ചേട്ടനും ഫാമിലിയും എന്നോടൊപ്പം കഴിക്കാൻ എത്തിയിട്ടുണ്ട്. ഇത് ബീഫാണ്. തനി ഫ്രഞ്ച് ഡിഷാണിത്. ഹാഫ് കുക്ക് ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. രുചികരമായിരുന്നു. പ്രത്യേകിച്ച് ഒട്ടും ഓയിലും ഇല്ലായിരുന്നു. ഞാൻ കണ്ട് മനസ്സിലാക്കിയ ഒരു വലിയ കാര്യം, ഒരു റെസ്റ്റോറൻറ്റിനെ എങ്ങനെ ആകർഷണീയമായി നിലനിർത്താമെന്ന് ഉദാഹരണ സഹിതം നമുക്ക് കാട്ടിത്തരികയാണ് മോക്കൂസ് എന്ന പാരീസിലെ ഈ ഭക്ഷണശാല. ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർക്ക് വ്യത്യസ്തമായൊരു അനുഭവം തന്നെയാണ് ഇവിടെ നിന്ന് ലഭിക്കുക. ഒരിക്കൽ വന്ന് കഴിച്ചാൽ നമ്മൾ ഉറപ്പായി വീണ്ടും ഇവിടെ വരും. അതുതന്നെയാണ് അവരുടെയും ലക്ഷ്യം. ലഞ്ചൊക്കെ കഴിച്ച് അടുത്ത കാഴ്ചകൾക്കായി ഞാൻ പുറത്തേക്ക് ഇറങ്ങി. കുറച്ചു ദൂരം സിറ്റിക്കുള്ളിലൂടെ നടന്നു. മെട്രോ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന യാത്രക്കാരെയാണ് നാം ഈ കാണുന്നത്. സിറ്റിയിലെ കാഴ്ചകൾ ഇനിയും ഒരുപാട് കാണാനുണ്ട്. അത്ര വേഗം കണ്ടു തീർക്കാൻ കഴിയുന്നതല്ല പാരീസ്. പലനാടൻ്റെ യാത്രകൾ തുടരുകയാണ്. പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഒപ്പം വരൂ, ഒത്തിരി കാണാം.